ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുന്ന ഒരു ലോക്സഭാ മണ്ഡലം ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ CPMന്റെ ഒരേ ഒരു സിറ്റിംഗ് സീറ്റാണ് ആലപ്പുഴ. ഇത്തവണ അവിടെ വലിയ അട്ടിമറി വിജയം, സീറ്റ് തിരിച്ചു പിടിക്കാനാണ് കോൺഗ്രസിൻ്റെ ശ്രമം. പക്ഷേ അവിടെ നിർണായകമാവുന്നത് അവിടുത്തെ പോളിംഗ് ശതമാനമാണ്. സംസ്ഥാനത്തെ എല്ലായിടത്തും പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടാകുമ്പോൾ വേഗത്തിൽ പോളിംഗ് നടന്ന ഒരിടമായി ആലപ്പുഴ മാറുകയാണ്. ഒപ്പം തന്നെ ആലപ്പുഴയിൽ മറ്റ് ചില രാഷ്ട്രീയ ഘടകങ്ങൾ കൂടി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യം പ്രധാനപ്പെട്ടതാണ്. ഇവിടെ പ്രധാനപ്പെട്ടതാവുന്നത് വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ നടത്തിയ പ്രതികരണമാണ്. ശോഭാ സുരേന്ദ്രൻ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി അവിടുത്തെ ഒരു വിഭാഗം ഈഴ വോട്ടുകളിലടക്കം വലിയ തരത്തിലുള്ള മാറ്റം ഉണ്ടായോ എന്നതാണ്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ വോട്ടുകളെ സ്വാധീനിക്കുമ്പോൾ അത് ആർക്ക് നഷ്ടമുണ്ടാക്കും, ആർക്ക് നേട്ടമാകുമെന്നതും പ്രധാനപ്പെട്ട ചോദ്യമായി മാറുകയാണ്. അങ്ങനെ ആലപ്പുഴയുടെ രാഷ്ട്രീയവും പ്രവചനാതീതമായി തന്നെ തുടരുന്നു എന്നതാണ്. ഇതുവരെ പുറത്തു വന്ന അഭിപ്രായങ്ങൾ സ്ഥാനാർത്ഥികളുടേത് വലിയ വിജയപ്രതീക്ഷയാണ്. അല്പസമയം മുമ്പ് ആരിഫ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി തികഞ്ഞ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. അതേസമയം KC വേണുഗോപാലും സമാന നിലപാടുകളാണ് എടുക്കുന്നത്. എന്താണ് ആലപ്പുഴ പറയുന്ന രാഷ്ട്രീയം, പോളിംഗിന് ശേഷമുള്ള മുന്നണിയുടെ വിലയിരുത്തൽ എന്നത് നമുക്ക് പരിശോധിക്കാം. ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേരുന്നു. ശരണ്യ, നമ്മൾ ആരിഫിൻ്റെയും KC വേണുഗോപാലിൻ്റെയും വാക്കുകൾ കേട്ടതാണ്. ഇവിടെ അവശേഷിക്കുന്ന ഒരു കാര്യം ശോഭാ സുരേന്ദ്രൻ സ്വാധീനിക്കുന്ന വോട്ടുകളാണ്. കഴിഞ്ഞ തവണ BJP ആ മണ്ഡലത്തിൽ നേടി സമാഹരിച്ചത് 1,80,000-ഓളം വോട്ടുകളാണല്ലോ. അപ്പോൾ അധികമായി സമാഹരിക്കാൻ ശോഭാ സുരേന്ദ്രന് വോട്ടുകൾ കഴിഞ്ഞാൽ അത് ആരുടെ നഷ്ടമാകുമെന്ന ചോദ്യമായിരിക്കും ഒരുപക്ഷെ ആലപ്പുഴയിൽ നിർണായകമാവുക. എന്താണ് ഈ പോളിംഗിന് ശേഷമുള്ള കണക്കെടുപ്പുകളിൽ മുന്നണികൾ പുറത്തു പറയാത്ത രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നത്? എന്തായാലും ഒരു പ്രാഥമികമായ ഒരു വിലയിരുത്തൽ മാത്രമേ ഇപ്പോൾ കഴിയൂ സജിത്ത്. കാരണം CPM അടക്കമുള്ള മുന്നണികൾ, LDF അടക്കമുള്ള മുന്നണികൾ അവരുടെ വോട്ട് പോൾ ചെയ്തതിന്റെ കണക്കുകൾ പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയോടുകൂടി അത്തരം കണക്കുകൾ ലഭ്യമാകുമെന്നാണ് നമുക്ക് കരുതാൻ കഴിയുക. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ആരിഫിന്റെ ബൈറ്റ് എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് BJP വോട്ടുകൾ, ധീവര സമുദായത്തിന്റെ വോട്ടുകൾ കൈക്കലാക്കുന്നതിനകത്തൊരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴയുടെ തീരദേശത്തു നിന്നും വോട്ടുകൾ അത്തരത്തിൽ ഒരു ബാഹ്യ ഇടപെടൽ BJP ഒരു ബാഹ്യ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വോട്ട് പിടിക്കാനായി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സംവിധാനം എന്താണ്, അതായത് ബാഹ്യ ഇടപെടൽ നടത്തിയ ആരാണ് എന്നതിനെ സംബന്ധിച്ച് വെളിപ്പെടുത്തുമെന്നുള്ള കാര്യം അദ്ദേഹം പിന്നീട് പറയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിനകത്ത് ഒരു സ്ഥിരീകരണമുണ്ട്. അതായത് ധീവര സമുദായത്തിന്റെ വോട്ടുകൾ BJPയിലേക്ക് പോയി എന്നുള്ള ഒരു CPM സ്ഥിരീകരണമാണ് സ്ഥാനാർത്ഥിയുടെ മറുപടി പറയാതെ പറയുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. അത്തരത്തിൽ ഇത്തവണ ആലപ്പുഴയിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൽ ഇടത് വലത് മുന്നണികളുടെ വോട്ടുകൾ ശോഭാ സുരേന്ദ്രനായി മറിഞ്ഞിട്ടുണ്ട് എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുമുണ്ട്. എന്തായാലും പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവൊന്നുമില്ല. 74% മുകളിൽ ആലപ്പുഴ പോയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 80% പ്രാഥമിക കണക്കുകളെ വന്നിട്ടുള്ളൂ. മുഴുവൻ കണക്കുകളും വന്നിട്ടില്ല. ഇന്നലെയും മറ്റിടങ്ങളിലേതുപോലെ തന്നെ രാത്രി വളരെ വൈകിയും തെരഞ്ഞെടുപ്പ് പ്രക്രിയ നീണ്ടുപോകുന്ന സാഹചര്യമായിരുന്നു ആലപ്പുഴയിലെ ബൂത്തുകളിലും ഉണ്ടായിരുന്നത്. കാലാവസ്ഥ സംബന്ധിച്ച് ചൂടും പ്രശ്നങ്ങളും കുറെ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെ അവർ മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. അതായത് ദീർഘമായ ക്യൂവും ഒപ്പം തന്നെ വോട്ടിംഗ് മന്ദഗതിയിലായിരുന്നു എന്നുള്ളതും അത്തരത്തിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കുറെ പേർ വോട്ട് രേഖപ്പെടുത്താതെ മടങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഏറ്റവും ഇന്നലെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം എല്ലാ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലോ തെരഞ്ഞെടുപ്പിന് ശേഷമോ അതിനു മുമ്പോ ഒക്കെ മുന്നണിയുടെ പ്രചാരണങ്ങൾ അവസാനിക്കുന്ന ഘട്ടത്തിൽ ആർക്ക് മുൻതൂക്കം എന്നുള്ളടക്കമുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇന്നലെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിട്ട് പറഞ്ഞത് ആലപ്പുഴയിൽ പോൾ ചെയ്യപ്പെട്ട വോട്ടുകൾ അത് ആരുടെ പെട്ടിയിലാണ് എന്ന് പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ആലപ്പുഴയ്ക്കുണ്ട് എന്നുള്ളതാണ്. പണ്ട് ഇടത് വലത് മുന്നണികളിലെ എത്ര % അങ്ങോട്ട് ഒഴുകിയിട്ടുണ്ട് എന്നൊക്കെ കണക്കുകൾ പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കുകൾ പറയാൻ പറ്റുമായിരുന്നുവെങ്കിൽ, പക്ഷേ ഇത്തവണ ആരുടെ പെട്ടിയിലേക്കാണ് വോട്ടുകൾ പോയത് എന്നുള്ള കാര്യം പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, UDFന്റെയും ഒപ്പം തന്നെ പരമ്പരാഗതമായി പോൾ ചെയ്യപ്പെട്ട UDFന്റെയും LDFന്റെയും വോട്ടുകൾ, പ്രത്യേകിച്ച് CPM വോട്ടുകൾ BJPയിലേക്ക് ഇത്തവണ കുറെ അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആരിഫ് പറഞ്ഞത് CPMനെ സംബന്ധിച്ചിടത്തോളം അവർ
എണ്ണയിട്ട യന്ത്രം പോലെ. കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പരാതികൾ ഉന്നയിച്ചിരുന്ന ഒരാളാണ് എം ആരിഫ്. പക്ഷെ അദ്ദേഹം ഇത്തവണ പറഞ്ഞത് എണ്ണയിട്ട യന്ത്രം പോലെ CPM തനിക്ക് സംഘടനാ സംവിധാനം തനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. കായംകുളത്ത് തുടക്കത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ CPM-ന് കഴിയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ പോലും തീരദേശ മേഖലകളിൽ BJP-ക്ക് വേണ്ടി ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നും അത് വോട്ടിങ്ങിനെ സ്വാധീനിച്ചിരുന്നു എന്നുള്ള സ്ഥിരീകരണം LDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. സജിത്ത, അതാണ് ആലപ്പുഴയുടെ ചിത്രം. ശരണ്യ, ഒരു കാര്യം, ഈ KC വേണുഗോപാലിന്റെ ആരോപണത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്നത് UDF-ന്റെ ബൂത്തുകളിൽ, UDF-ന് ശക്തിയുള്ള ബൂത്തുകളിലൊക്കെ വലിയ രീതിയിലുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നു. അതിൽ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച ഒരു ഇടതുപക്ഷ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായിട്ടാണ് ആക്ഷേപിക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്തൊരു വലിയ ഗൂഢാലോചന നടന്നു എന്നതാണ് ഉന്നയിക്കപ്പെടുന്നത് UDF-ന്റെ. സംസ്ഥാനത്തിൻ്റെ പൊതുചിത്രം അതാണെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ആലപ്പുഴയിൽ ഈ കായംകുളം, കരുനാഗപ്പള്ളി മേഖലകളിലൊക്കെ അത് പ്രകടമായിരുന്നു എന്നതാണ് ആക്ഷേപം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഈ പോളിംഗ് തടസ്സപ്പെടുത്താൻ വേണ്ടി ബോധപൂർവമായ ശ്രമം ഉണ്ടായി എന്ന UDF ആരോപണം അത് എത്ര കണ്ട് ശരിയാണ്? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആലപ്പുഴ നേരിട്ടിട്ടുണ്ട്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്ന സാഹചര്യത്തിലല്ല, അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോളിംഗ് വളരെ മന്ദഗതിയിലായിരുന്നു എന്നുള്ളതാണ്. അതായത് വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സാധാരണഗതിയിൽ നിന്നും ഒരുപാട് സമയം മാറി നിന്ന്, അതായത് വോട്ട് രേഖപ്പെടുത്തി മാറി നിന്നതിന് ശേഷമായിരുന്നു ഈ വോട്ട് രേഖപ്പെടുത്തിയതായുള്ള ശബ്ദം വരുന്നത്. അത്തരത്തിൽ ഒരു വോട്ടർക്ക് സാധാരണയിൽ നിന്നും ഇരട്ടി സമയം ആ പോളിംഗ് ബൂത്തിൽ ചെലവഴിക്കേണ്ട സാഹചര്യം വന്നു. കഴിഞ്ഞ തവണയൊക്കെ 1000 വോട്ടുകളേക്കാൾ കൂടുതലുള്ള ഇടങ്ങളിലൊക്കെ ബൂത്തുകളിലൊക്കെ തന്നെ 2 മെഷീനുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ അത് ഒറ്റ മെഷീൻ മാത്രമേ ഉള്ളായിരുന്നു. മാത്രമല്ല ഈ കനത്ത ചൂടാണ് അനുഭവപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ അത് നഗരമേഖലകളിലൊക്കെ അത് ബാധിച്ചിട്ടുണ്ട്. അല്ലാതെ മറ്റ് അക്രമ സംഭവങ്ങൾ, സാധാരണഗതിയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾക്കപ്പുറത്തേക്ക് വലിയ തോതിൽ അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് നഗരത്തിലെ പോളിംഗ് ശതമാനം, നഗരമേഖലകളിൽ ഇന്നലെ ബൂത്തുകൾ വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഗ്രാമമേഖലകൾ, തീരദേശ മേഖലകൾ, അവിടെയൊക്കെ ഈ കാലാവസ്ഥയെയും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളെയും കടന്ന് മണിക്കൂറുകളോളം ആളുകൾ വോട്ട് ചെയ്യാനായി നിന്നു. ഇന്നലെ 10 മണിവരെയൊക്കെ വോട്ടിംഗ് നീളുന്ന ഒരു സാഹചര്യം ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. രാത്രി പലയിടങ്ങളിലും, തൈക്കാട്ടുശ്ശേരി അടക്കമുള്ള ഇടങ്ങളിലൊക്കെ അതൊക്കെ തീരദേശ മേഖലകളിൽ കനത്ത പോളിംഗ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിനെ കൃത്യമായി നിർണ്ണയിക്കുമെന്നുള്ള കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം തീരദേശ മേഖലകളിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു BJP അനുകൂല സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അത് LDF-ന്റെയും UDF-ന്റെയും ശക്തി കേന്ദ്രങ്ങളിലടക്കം അത്തരമൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ എം ആരിഫ് സ്ഥിരീകരിച്ചൊരു കാര്യം, അതായത് ഇപ്പോൾ ധീവര വിഭാഗത്തിന് നൽകിയിട്ടുള്ള ഒരു ഉറപ്പ്, BJP നൽകിയിട്ടുള്ള ഒരു ഉറപ്പ് SC/ST വിഭാഗത്തിലേക്ക് കൺവെർട്ട് ചെയ്ത് അത്രയും ആനുകൂല്യങ്ങൾ നൽകാമെന്നുള്ള ഒരു ഉറപ്പ്, ഒരു രഹസ്യ ധാരണ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവരെ കബളിപ്പിക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ആരിഫ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം ചില മൂവ്മെന്റുകൾ തീരദേശ മേഖലകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും ആ ഒരു സ്വാധീനം, അത് മാത്രമല്ല പുറത്തു നിന്നുള്ള ചില വ്യക്തികളുടെ സ്വാധീനം, ചില സ്ഥാപനങ്ങളുടെ സ്വാധീനം, അതൊക്കെ അവിടെ ബാധിച്ചിട്ടുണ്ട്. എന്തായാലും ആ വോട്ടുകൾ കൃത്യമായി ഈ പറഞ്ഞ പുറമെ പ്രകടമാക്കുന്നതിനപ്പുറത്തേക്ക് കൃത്യമായി ആ വോട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ LDF-ന്റെയും UDF-നെയും, പ്രത്യേകിച്ച് UDF-നെയും ബാധിക്കുന്ന രീതിയിൽ കുറച്ച് മുൻതൂക്കം അത് ബാധിക്കുന്ന UDF-നെ ആയിരിക്കും. അത്തരത്തിൽ ജില്ലയുടെ തെക്കൻ മേഖലകളിലെ തീരദേശത്ത് അത്തരമൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇവരുടെയൊക്കെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ആലപ്പുഴയുടെ തീരദേശം ഇത്തവണ മറ്റൊരു രാഷ്ട്രീയം ഏറ്റെടുത്തോ എന്നതാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ആലപ്പുഴയുടെ ജനവിധിയെ നിർണ്ണയിക്കുന്ന ഒരു നീക്കമായി അത് മാറും. അത് BJP